ഈ ചെക്കൻ എങ്ങനെയുണ്ട്? ഒന്ന് പോയേടി. ഇച്ചിരി താടിയും കൂടി ഉണ്ടായിരുന്ന ലുക്കായിരുന്നു. സംബ്രിദാസിനിന്റെ അത്രയ്ക്ക് മുടി ഉണ്ടായിരുന്ന പെണ്ണ. ആന്നേ, എന്നാ ചെയ്യാനാ? ഈ ട്രാഫിക്കിൽ നിന്നുള്ള പൊടിയും പുകയൊക്കെ കൊണ്ട് മുടി ആകെ കുറ്റിച്ചൂല് പോലെയായിപ്പോയി. ആകെയുള്ള ഇച്ചിരി സൗന്ദര്യമോ അതും കൂടെ പോയാ എങ്ങനേലും ഈ ട്രാഫിക്കിൽ നിന്നൊന്ന് മാറണം. ഒന്ന് മുള്ളാൻ പോയവരെ കേരളം മുഴുവൻ അറിയും. എന്നാ ഒരു ഗതികേടാ. എടേ, ഒരു വഴിയുണ്ട്. പക്ഷെ നിന്നെ കൊണ്ട് പറ്റില്ല. എന്നെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം. അതെന്താന്നറിയോ? നിനക്ക് ആ ഒരു ഇതില്ല, സെറ്റപ്പ്. പിന്നെ എടി പറ മര്യാദയ്ക്ക് ചുമ്മാ. എടി, നീ ഓപ്പറേഷൻ റോമിയോ എന്ന് കേട്ടിട്ടുണ്ടാ? ഓപ്പറേഷൻ ജാവ എന്ന് കേട്ടിട്ടുണ്ട്. അത് പടം. ഇത് ഈ ചാനലുകാരൊക്കെ കുറെ ക്യാമറയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയും പോയിട്ട് ഈ പൂവാലന്മാരൊക്കെ പിടിക്കുന്ന അങ്ങനത്തെ ഒരു ഐറ്റം ഇല്ലേ? നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഹംസ സാറിനോടും മണി അടിച്ചിട്ട് എങ്ങനെങ്കിലും സെറ്റാക്കാം. എങ്ങാനും ഒരുത്തനെ നീ പൊക്കിയ കമ്മീഷണറിന്റെ വക ഒരു വരം ഉറപ്പാ. ഇത് ഞാൻ പൊളിക്കും. നോക്കികളെ, ഞാനിതാ വരുന്നു. എവിടെടാ അവരിറങ്ങി? വേഗം വാ. എടാ, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരു സൈറൻ ഇട്ടേരട്ടോ. പോലീസ് ഇറങ്ങിണ്ടേ. ഓക്കെ മച്ചാനെ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ സുജമോൾ, എന്തായി? ഏതെങ്കിലും കിട്ടിയാ? ഒരുത്തം പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ നിനക്ക് ഇതുവരെയായിട്ട് ഒരു ഒറ്റത്തിന് പോലും കിട്ടിയില്ലേ? നീ ആ സൂട്ടിട്ട് ഇറങ്ങിയപ്പോ വിചാരിച്ചതാ ഇത് നടപടിയാവില്ല. എടി, നിനക്ക് ആ ട്രാഫിക്കിൽ നിന്ന് ഇറങ്ങി ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മരം പോലെ നിൽക്കാണ്ട് ഇളകി പണിയെടുക്ക്. പടപടയെന്ന് ഏതെങ്കിലും ഒരുത്തിനെ പൊക്കിട്ടാ സ്റ്റേഷനിൽ ഏൽപ്പിക്ക്. ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? സുജ, യു ക്യാൻ. വെച്ചിട്ട് പൊടി. ഹലോ, പിന്നുണ്ടോ? പിന്നാ? സേഫ്റ്റി പിൻ. സേഫ്റ്റി പിന്നോ? ഈ സാരിയിൽ ഉടുപ്പിലേക്ക് കുത്തുന്ന സേഫ്റ്റി പിൻ. ഓ, പിന്നെ ഒരു മിനിറ്റ്. ഓ, നോക്കട്ടെ. താങ്ക് യു. പിന്നെ ഇപ്പൊ വരും. ഇപ്പൊ വരും. എന്നാ നമുക്ക് പോയാലോ? എന്താ പേര്? ശരത്ത്. ഓ, അപ്പൊ നീയാണ് സ്ത്രീകളെ ശല്യം ചെയ്യുന്ന അലവലാതി ശരത്ത്. ശല്യോ? എന്റെ സാറേ, ഞാൻ ഈ ചേച്ചിയുടെ അടുത്തൊരു പിന്നുണ്ടോന്ന് ചോദിച്ചതാ, അല്ലാതെ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ചേച്ചിയോ? സാറേന്ന് വിളിക്കണോ? നീ പെണ്ണും കൂടെ ആണോ പിന്നെ ചോദിക്കുന്നത്? സാറിന്റെ അടുത്ത് പിന്നുണ്ടോ? എന്റെ പൊന്ന് സാറേ, അതിന്റെ സിമ്മൊന്ന് കുത്തിച്ചടിക്കാൻ വേണ്ടി ചോദിച്ചതാ. നീ സ്റ്റേഷനിലേക്ക് വാടാ, നമുക്ക് കുത്തിച്ചടിക്കാം. അതെ, പിന്നോണ്ട് വേറെ എന്തൊക്കെ ഉപയോഗം ഉണ്ടെന്ന് അറിയാമോ? സ്റ്റേഷനിൽ പറഞ്ഞുതരാം. എന്ത്? നീ ആരാടാ കടമറ്റത്ത് കത്തനാറ് തലയിൽ കേട്ടിട്ട്? സാറേ, ആദ്യം കേസ് എന്താന്ന് പറയാ നിങ്ങൾ കേസ് എന്താന്ന് പറയാ. നീ സ്റ്റേഷനിലേക്ക് വാടാ, കേസൊക്കെ പറയാം. നീ എന്താടാ മറക്കുന്നത്? പോലീസ് സ്റ്റേഷൻകാരൻ പേടിയുണ്ട? എന്ത് പേടി സാറേ? സ്റ്റേഷനോട് ഞാൻ വരാം. അവിടെ ചെല്ലുമ്പോ കേസ് എന്തെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്റെ വിധം മാറും. എന്ന് അതൊന്ന് കാണണമല്ലോ. നന്ദിയുണ്ട് മാഡം, താങ്ക് യു. വലിയ ഉപകാരമായി പോയി. നീ പോയില്ലായിരുന്നോ? എന്ത് പണിയാ സുജ നീ കാണിച്ചേ? എന്നാടി? ഹായ്, നല്ല ലുക്ക്. കുറച്ച് ഇംഗ്ലീഷും കൂടി അറിയായിരുന്നെങ്കിൽ ഒരു എയർ ഹോസ്റ്റസ് എങ്കിലും ആകായിരുന്നു. അല്ലെങ്കിൽ എന്റെ പൊന്നുമോള് വേറെ പണിക്ക് പോണത് തന്നെ നല്ലത്. എന്നാടാ, കുഴപ്പമായോ? കുഴപ്പമായെന്നാ ആ കുഞ്ഞുമാമ സാർ ഇപ്പൊ സ്റ്റേഷനിൽ വിളിച്ച് വെച്ചുള്ളൂ. ആ ചെക്കൻ ആ സ്റ്റേഷനെടുത്ത് അമ്മാനാടായിരുന്നു. FBയിൽ ലൈവ് പോകാനിരുന്നതാ. പിന്നെ എങ്ങനെയൊക്കെയോ കയ്യും കാലും പിടിച്ച് അവിടുത്തെ ആൾക്കാർ ഒതുക്കി തീർത്തു. എന്റെ പൊന്നു സുജേ, കുറച്ചൊക്കെ ബോധം വേണം കേട്ടോ. ഓരോന്നൊപ്പിച്ച് വെച്ചോ. എടാ, അതെടുക്കല്ലേ. ഞാൻ ഇന്നലെ കാശ് കൊടുത്ത് പോളിഷ് ചെയ്യിപ്പിച്ച് വെച്ചതാട്ടോ. ഓ, അത് സാറില്ലടി. എനിക്കിന്ന് വനിതാ സെല്ലല്ലേ ഡ്യൂട്ടി. പെണ്ണുങ്ങളാരും പ്രാന്തെടുത്ത് വിളിച്ചില്ല എന്നുണ്ടെങ്കിലേ എനിക്ക് സുഖമായിട്ട് അവിടെ കുത്തിരുന്ന് ഉറങ്ങിയാൽ മതി. അപ്പൊ അതും പാളിയില്ലേ? എന്നതാ എന്തേ താൻ എന്നാത്തിന് ഇവിടെ നിൽക്കുന്നേ? ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് ബോർഡ് വെച്ചിട്ടുണ്ടോ? ദേ, യൂണിഫോമിലുള്ള പോലീസുകാരിയാ ഞാന്. ആണോ?
മേഡം വിസിലെടുത്ത് അങ്ങ് ഊത്. എന്താ സംഭവിക്കാൻ ഞാനൊന്ന് നോക്കട്ടെ. ഞാനേ ഫേസ്ബുക്കിൽ ലൈവ് പോകാൻ പോവാ. കള്ളക്കേസിൽ കുടുക്കിയതും പോരാ, സൈബർ പോലീസ് പുറത്തു വിട്ടേക്കുന്ന വീഡിയോ. എന്റെ ദൈവമേ, മനുഷ്യന് മനസ്സമാനായി റോഡിലിറങ്ങി നടക്കാൻ പറ്റത്തില്ല. പോയി കേസ് കൊടുക്ക്. എനിക്ക് സൗകര്യമുള്ളത് ഞാൻ ചെയ്യും. ഓ എന്നാ താൻ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുക. ഒരു പാത്രവും കരുതിക്കോ, വല്ല ചില്ലറയും തടയും, വെറുതെ സ്മാർട്ട് ആവാൻ വേണ്ടി. ഇവളെന്തിനാണാവോ കൂട്ടുകാരിയാന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു സമയത്ത് അവളെ വിളിച്ചാൽ കിട്ടത്തൂല്ല. ചുമ്മാ നോ പാർക്കിങ്ങില്ല അവൻ്റെ. ഹലോ, അയ്യോ സാർ, ACP സാറ്. അങ്കിളെ ATM പോയേക്ക. സാറേ, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതായിരുന്നേ. ഓപ്പറേഷൻ ചെറുതായിട്ടൊന്ന് പാടി. ഓ, ഉണ്ണിത്ത സാറിനോട് പറഞ്ഞിട്ട് പ്രശ്നമൊന്നും ആക്കരുതേ പ്ലീസ്. അത്ര വെടുപ്പാന്ന് എനിക്ക് തോന്നണില്ല കേട്ടാ. ഏയ്, കലിപ്പൊക്കെ അവന്റെ നമ്പർ അടി. ആള് പാവാന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ ചേട്ടാ, നല്ല മണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്തുട്ടാ മോളൊരു IPC 143 മണക്കുണ്ടല്ലോ. ഒന്ന് പോടി. എന്തുട്ടാ അവന്റെ ജോലിന്ന് ആർക്കറിയാം. ഏതാണ്ട് വലിയ ബിസിനസ്സുകാരനാന്നാ തോന്നുന്നേ. ഇവിടെ ഒന്ന് വായി നോക്കി നിൽക്കാതെ മന്ത്രിയുടെ കാറിന്റെ അടുത്തോട്ട് ചെല്ല്. ആരെങ്കിലും ഒന്ന് പോറിയാ അത് മതി. കണ്ണടച്ചിരുന്നോ? കാറ് മസാജ് ചെയ്ത് തരും. ഓ കൊള്ളാലോ, അമ്പട കാറേ. എടാ, ഞാനേ കഴിഞ്ഞ ദിവസം ട്രാഫിക്കിൽ നിന്നപ്പം നമ്മുടെ മമ്മൂക്കയെ കണ്ടു. ഒരു കുന്നിക്കുരു പോലത്തെ കാറ്. എന്നാ ലുക്കായിരുന്നു. മിനി കൂപ്പർ. നീ ആദ്യം ആ വണ്ടി കൊണ്ടുവാ. എന്നിട്ടെന്താ, മമ്മൂക്ക ഇരിക്കുന്ന പോലെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇരുന്നങ്ങ് പോണം. കൂപ്പർ. രാത്രി കറക്റ്റ് 12 മണിക്ക് ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാൽ എന്തും നടക്കും. ചാമ്പിക്കോ. എന്താ പ്രാർത്ഥിച്ചേ? അത് ട്രാഫിക്കിൽ നിന്ന് ലോക്കലിലേക്ക് ഒരു ട്രാൻസ്ഫർ തരണേന്ന്. ഹംസ സാറേ, വലിയ വണ്ടിയിലൊക്കെ ആണല്ലോ. എനിക്കേ ആ ഉത്സവത്തിന്റെ ഡ്യൂട്ടി ആയിരുന്നു. ഫ്രണ്ടിന്റെ വണ്ടി കിട്ടിയപ്പോ ലിഫ്റ്റ് അടിച്ചതാ. ശരി സാർ. ആടാ, ഇപ്പൊ കാക്കിയില്ല. ചാർജ് എടുത്തിട്ട് ചൂടോടെ വിളിക്കുക. CSR വന്നിട്ട് ഡ്യൂട്ടി പറയും.
പുണ്യാളിന് ഞാനൊരു ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട് അതും അങ്ങ് ഏറ്റാൽ മതിയായിരുന്നു. ഹലോ, സീനിയർ ഓഫീസർ കണ്ട സല്യൂട്ട് ചെയ്യില്ല അല്ലേ? അത് സാർ ഞാൻ സല്യൂട്ട് വേണ്ട വേണ്ട, താൻ ചെല്ല്. ഇന്നത്തേക്ക് ഈ ടിഷ്യൂ മതി. സാർ എൻ്റെ ഡ്യൂട്ടി പറഞ്ഞില്ലായിരുന്നു. തന്നെ ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഡ്യൂട്ടി ഇടാം. നീ പോടാ, നിനക്ക് ചെയ്യും. ഇതും അതേപോലത്തെ നല്ല കേസാണ്. ഏയ് മദാമ ഡീസന്റ് അല്ലേ? ആഹാ, വിസ കാലാവധി കഴിഞ്ഞ് ഓവർ സ്റ്റേ ചെയ്ത കേസാ. കോടതി പോണം, ജാമ്യം എടുക്കണം, അത്രേ ഉള്ളൂ. മൈ ഗേൾ ഫ്രണ്ട്. ഗുഡ് സെലക്ഷൻ. മസി മാഡം. അയ്യോ, അവരെന്നെ വിചാരിച്ചു കാണോ? അവരെന്ത് വിചാരിക്കാൻ? ലെറ്റ്സ് ഗോ ടോപ്പ് ഗിയർ. പ്രതിഭൻ സാറേ, അപ്പൊ ശരി കാണാം, വാടാ. ഇതെന്നെ കാറൊക്കെ ആയിട്ട് കോടതി ഡ്യൂട്ടിക്ക് ജീപ്പ് എന്ത്? അത് നമ്മുടെ കുഞ്ഞുമുഹമ്മദ് സാർ കൊണ്ടുപോയിരുന്നേ. പോലീസ് അസോസിയേഷന്റെ പരിപാടിക്കായിരിക്കും. തീരെ ഏർപ്പാടാ. അത് തന്നെ. അതുകൊണ്ട് എന്നോട് ഹംസ സാറ് പറഞ്ഞു ടാക്സി വിളിച്ചോളെ. അത് നന്നായി. അല്ല, ഇതെന്നതാ സാറേ കേസ്? മോഷണം, കൊലപാതക ശ്രമം. ഓ, കൊറേ ഉണ്ടല്ലോ. അതെ, മിടുക്കനാ. നടക്ക്, വാ വാ. അതെ, അയാളെ അറിയോ? ഏയ് ഇല്ല. ഓ, അയ്യോ എൻ്റെ അമ്മേ. അതെ, നാളെ ഒരു സ്പെഷ്യൽ ഡേയാ. എന്നാന്ന് പറയാവോ? എന്താ അറിയില്ല. എന്നാന്ന് അറിയത്തില്ലേ? ഇല്ല. നീ പോടാ, പോ. ഞാൻ വിളിക്കാം. ദാ, അവിടെ നിക്ക്. എൻ്റെ പൊന്നാംസക്ക് എന്നെ അങ്ങ് കൊല്ലി. അതാണ് ഇതിനേക്കാളും നല്ലത്. സാർ, ഇന്നലെ രാത്രി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരുത്തൻ വണ്ടിയുടെ ടയർ മാറുന്നു. ഛേദമില്ലാത്തൊരു വേറില്ലെന്ന് ഓർത്ത് ഞാൻ കുറച്ച് നേരം ടോർച്ച് അടിച്ചു കൊടുത്തു. ഒരു വണ്ടിയുടെ 4 ടയറും ഒരുമിച്ച് പഞ്ചറാവും. സാർ, ഞാൻ പറഞ്ഞല്ലോ, പറ്റിപ്പോയി. ഒരു വേറെ ഞാൻ പോയതാ. എടോ, അത് ആ കളക്ടർ അമ്മായിച്ചിൻ്റെ വണ്ടിയാ. ഈ വിഷ്വൽസ് വെച്ചിട്ട് എവിടെന്നെങ്കിലും അവനെ പൊക്കാൻ പറ്റുമോ നോക്ക്. സാർ, ഡ്യൂട്ടിയിലുള്ള എല്ലാവരോടും ഇറങ്ങി അന്വേഷിക്കാൻ പറ. ചെല്ലേ. ആ, പ്രതിഭേ, കുഞ്ഞുമോളെ, രാജീവേ, എല്ലാവരും ഇറങ്ങിക്കോ. ഇന്ന് സിറ്റി മുഴുവൻ അടിച്ചു പറയണം. ഇന്ന് അവനെ പിടിച്ചിരിക്കണം. എസ്ഐയോട് അവന്റെ കളി. കൊച്ചിനെങ്ങോട്ട്? അല്ല, എല്ലാരോടും ഇറങ്ങാൻ പറഞ്ഞില്ല. എന്നാത്തിനാ? പാതിരാത്രിക്ക് വെല്ലം കണ്ട് പേടിച്ച് ബോധം കണ്ട് വീഴാനോ? അയ്യോ, ഇവിടെ ഇരുന്നാ മതി. ഞാൻ പറഞ്ഞോ സാറേ, ഈ കുട്ടിയുടെ ഒറ്റയ്ക്കല്ലോ ഒരു സേഫ്റ്റിക്ക്. താൻ കൂടെ വരുന്ന കുട്ടിയുടെ സേഫ്റ്റി കൂടുതൽ നല്ലതാണ്. ഇറങ്ങിയാണോ? ചുമ്മാ ചൊറയുന്നേ. ആ ടയർ ഇപ്പൊ വേറെ ഏതെങ്കിലും വണ്ടി കിടന്ന് കറങ്ങുന്നുണ്ട്. എങ്ങോട്ടാ സാർ പോകണ്ടേ? ഹലോ, സ്പെഷ്യൽ എന്താന്നൊക്കെ പിടികിട്ടി. തന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ഷോ, ഇതെങ്ങനെ മനസ്സിലായി? അതെല്ലാം സുക്രണ്ണൻ ചൊല്ലിയാച്ച്. അയ്യോ, അതാരാന്നേ? നിന്റെ ഫേസ്ബുക്കിന്റെ മുതലാളി. അതെ, പിന്നെ ഒന്ന് ചാടാൻ പറ്റുമോ? തന്റെ കുന്നിക്കൊരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് പോടാ, ഇത് ട്രാഫിക് അല്ല, ലോക്കലാ. രാവിലെ 8 മണി വരെ ഡ്യൂട്ടിയാ. അപ്പൊ പുണ്യാളിനെ പരിചയപ്പെടുത്തി തന്നെ എനിക്ക് തന്നെ പണി. ആ ട്രാഫിക്കിലാകുന്ന സമയത്ത് റോട്ടി വെച്ചെങ്കിലും കാണാൻ പറ്റും. എടോ, തനിക്കൊരു സർപ്രൈസ് റൈഡ് തരാൻ വേണ്ടി കുറച്ച് മെനക്കെട്ട് ഒപ്പിച്ചതാ. 2 മണിക്കൂർ ചാടറൂ വനിതാ കോപ്പേ. ഓ, പറ്റില്ലെങ്കിൽ വേണ്ട, വണ്ടി ഞാൻ തിരിച്ചു കൊടുത്തോളാം. നീ ഡാർക്ക് അടിക്കല്ലേ, നീ നിൽക്കും, ഞാനൊന്ന് എറിഞ്ഞു നോക്കട്ടെ.
ആ എന്താ സുജയ? അത് സാർ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഹൗ സ്വീറ്റ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സാർ. പിന്നെ എനിക്കിന്നൊരു 2 മണിക്കൂർ പുറത്തു പോകണമെന്നുണ്ടായിരുന്നു. ഹാഫ് ഡേ ലീവ് മാർക്ക് ചെയ്തോളാം. എന്താ ബർത്ത്ഡേ സെലിബ്രേഷനാ? ആ ആ എന്നാ താനൊരു കാര്യം ചെയ്യ്, ലീവ് ഒന്നും എടുത്ത് കാശ് കളയണ്ട, ഒപ്പിട്ട് ഇറങ്ങിക്കോ. താങ്ക് യു സാർ. അതെ, ആ പോകുമ്പോൾ ആ ഡ്രസ്സിംഗ് റൂമിൻ്റെ അവിടെയുള്ള ഗേറ്റ് വഴി ഇറങ്ങിക്കോ. മെയിൻ ഗേറ്റിൽ CC ക്യാമറ ഉണ്ട്. വെൽക്കം വെൽക്കം ബർത്ത്ഡേ ഗേൾ. നല്ല മഴ. അതിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാ പറയുന്നേ. ഞാൻ തൻ്റെ കാര്യത്തിൽ ശരിക്കും സീരിയസാ. ആണോ? ഞാനത്ര സീരിയസ് ഒന്നുമല്ല, ഒരു ടൈം പാസ്. നീ ഫ്രീ ആണെങ്കിൽ നീ, ഇല്ലെങ്കിൽ വേറെ ഒരുത്തൻ. ഒന്ന് പോടും. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. എൻ്റെ ലൈഫിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ എപ്പോഴെങ്കിലും ഞാൻ തന്നോട് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഞാൻ തന്നെ ചീറ്റ് ചെയ്തു എന്നൊക്കെ തോന്നും. എനിക്കറിയത്തില്ല. ഈ വാതിൽ ഇതുവരെ അടച്ചില്ലേ? ഈ അസമയത്ത് ആരും എന്നെ കാണണ്ട. സർപ്രൈസ് ഉണ്ട്. പിന്നെ ബർത്ത്ഡേ എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കണ്ടായിരുന്നു. സോ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സാർ. താനിപ്പോഴും സർപ്രൈസിൽ തന്നെ നിൽക്കുവാണോ? ഒന്നുമില്ലടോ, ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴാണ് ബർത്ത്ഡേ കാര്യം ഓർത്തത്. പിന്നെ അടച്ച കടത്തുറപ്പിച്ച് ഒരു ഗിഫ്റ്റ് മേടിച്ചു. കിടന്നെങ്കിൽ വിളിച്ചുകൊണ്ടിരുത്തണ്ടെന്നാണ് വിചാരിച്ചേ. പിന്നെ ഈ ലൈറ്റ് കണ്ടുകൊണ്ട് കയറിയതാ. എവിടെ ബർത്ത്ഡേ ആയിട്ട് കേക്കൊന്നുമില്ല? അല്ല, ഞാനിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് കേക്കൊന്നും കട്ട് ചെയ്തില്ല. ഓ, മറ്റേ ആൾക്കിന്ന് വനിതാസിൽ നൈറ്റ് ഡ്യൂട്ടിയാ അല്ലേ? കേക്കോ ഇല്ല. ആദ്യമായിട്ട് വീട്ടിൽ വരുന്ന ഒരാൾക്ക് ഇച്ചിരി തണുത്തോളം താടോ. പേടിച്ചോ? താനെന്തിനെങ്കിലും പേടിക്കുന്നേ? എടോ, തന്നെ ആ ട്രാഫിക്കിൽ നിന്ന് ആ കമ്മീഷണറുടെ കൈയും കാലും പിടിച്ച് എൻ്റെ സ്റ്റേഷനോട്ട് എന്താ കൊണ്ടുവന്നറിയോ? തൻ്റെ ഈ പേടിയൊന്നും മാറ്റാനാ. സാർ, ഞാൻ കിടക്കാൻ കടന്നുമായിരുന്നു. വെളുപ്പിനെ അമ്പലത്തിൽ പോകാനുണ്ട്. ഓ സോറി, ഇതാണ് എൻ്റെ ഒരു കുഴപ്പം. കുറേ കാലമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ നേരം കാലമൊന്നും നോക്കാതെ. എടോ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എൻ്റെ ഡിവോഴ്സ് കേസ് നടക്കും. 1-2 മാസത്തിനുള്ളിൽ അതിനൊരു തീരുമാനമാവും. തൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. തന്നെപ്പോലെ തന്നെ ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. അതിനിടയ്ക്കൊരു പെണ്ണും കിട്ടി. ലൈഫ് അങ്ങോട്ട് ശരിയായില്ല. ഈ സമയത്ത് വന്നല്ല ഇതൊക്കെ പറയേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ എപ്പോഴും തൻ്റെ കൂടെ ആ ഗ്ലൈനയൊക്കെ ഉണ്ടാവുമല്ലോ. കുറച്ചായിട്ട് തന്നോട് സംസാരിക്കാനിരിക്കായിരുന്നു. എൻ്റെ ഡിവോഴ്സ് കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സാർ, ഞാൻ എനിക്ക് ഇനിയെങ്കിലും എൻ്റെ ലൈഫൊന്ന് സെറ്റാക്കണം. പ്ലീസ് താൻ എൻ്റെ കൂടെ നിൽക്കണം. ഇവനാരാ? സാർ, ഇത് ശരത്ത്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. ആ സോറി, എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. അകത്ത് ആളുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഓഹോ, അപ്പോൾ ആരും ഇല്ലെന്ന് വിചാരിച്ചിട്ടാ താനീ നേരത്തെ കയറി വന്നല്ലേ? എടേ ഇതിപ്പോൾ ഞാൻ മാത്രമേ കണ്ടുള്ളൂ.
വേഗം സ്ഥലം കാലിയൊക്കെ നോക്ക്. ഇത് വനിതാ പോലീസിന്റെ ക്വാർട്ടേഴ്സാ. നട്ടപ്പാതിരക്ക് കയറി വരുമ്പോ തനിക്ക് അറിഞ്ഞുകൂടോ വനിതാ പോലീസിന്റെ ക്വാർട്ടേഴ്സ് ആണ്. താൻ കാണിച്ച വൃത്തിയായിട്ട് ഞാൻ കണ്ടതാ. നീ എന്ത് കണ്ടെന്നാണോ? സാർ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇതെന്റെ പേഴ്സണൽ കാര്യമാണ്. പേഴ്സണൽ ഇടപാടൊക്കെ നിന്റെ സ്വന്തം വീട്ടിൽ. ഇത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കെട്ടിടാണ്. വഴി പോകുന്നവനൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിയ ഇമ്മോറൽ ട്രാഫിക്കിന് രണ്ടിനും പിടിച്ച് അകത്തിടും ഞാൻ. പോലീസിന്റെ മേലെ കൈ വെച്ചു. സാർ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇല്ലേ ഞാൻ കൺട്രോൾ റൂമിൽ വിളിക്കും. ശരത് ബാലകൃഷ്ണൻ, സൺ ഓഫ് ബാലകൃഷ്ണൻ നേർവാടി. ഞാനിപ്പോ പോവാ. നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട്. നിന്നെ ഞാനും ഒന്ന് കാണുന്നുണ്ട്. പോടാ. അവന്റെ പൊട്ടിച്ചോ. നിനക്കിപ്പോ സമാധാനമില്ലേ? ഇനി നാളെ സ്റ്റേഷനിലേക്ക് വാ ലൈസൻസ് വാങ്ങാൻ. ഇതിന്റെ ബാക്കി അയാൾ അവിടെ തീർക്കും. നാട്ടുകാരെ മുന്നിൽ അറിയിക്കുകയും ചെയ്യും. എന്റെ ജീവിതം തൊലഞ്ഞത്. ഒരാളും അറിയില്ല. സ്റ്റേഷനിൽ കയറാതെ അത് എടുക്കാൻ എനിക്കറിയാം. வாடா. என்ன உனக்கு பால் வேணுமா? என்ன இன்னைக்கு இவ்வளோ லேட்டு? எல்லாம் உனக்கு தான். குடி. ஐயோ, ரத்தக்கரையெல்லாம் இருக்கு. എനിക്ക് ഇച്ചിരി വലിയവാൻ കൂടല. അതുകൊണ്ട് കുടുംബവും കൂട്ടമൊക്കെ സ്റ്റേഷന് പുറത്ത്. മനസ്സിലായോ?
ക്രൈം സീനിൽ നിന്നുള്ള എവിഡൻസ് ഒക്കെ തുണ്ട് റൂമിൽ വെച്ചിട്ടുണ്ട്. സാറ് കണ്ടിട്ട് കോടതിയോട്ട് അയക്കാമെന്ന് വെച്ചു. സാറിതാ. സാർ ഗ്ലൗസ്. സാറേ അത് ലോക്കാ. സൈബറുകാരെ അറിയിച്ചിട്ടുണ്ട്. ഡെഡ് ബോഡി ആദ്യം കണ്ട തമിഴത്തിയെ കിട്ടിയത്. അത് സാർ ഇൻഫർമേഷൻ കിട്ടിയുടനെ പോലീസ് പാർട്ടി അവളുടെ വീട്ടിലെത്തിയതാണ്. പക്ഷെ നമ്മൾ എത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് അവൾ മുങ്ങി. എന്നിട്ട് സാർ തമിഴത്തി അവളെ കാലത്തെ 8 മണിക്ക് സേലത്തേക്കുള്ള ബസ്സെ കയറ്റിവിട്ടെന്നാ അവളുടെ അയലോകത്ത് താമസിക്കുന്ന ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയത്. അപ്പോൾ തന്നെ വടക്കോട്ടുള്ള എല്ലാ സ്റ്റേഷനിലേക്കും നമ്മൾ മെസ്സേജ് പാസ് ചെയ്തു. അവളുടെ നാട്ടിൽ അന്വേഷിച്ചോ? അവിടെ സ്ക്വാഡ് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ അവള് വീട്ടുകാരുമായിട്ട് അത്ര രസത്തിലല്ലെന്നാണ് കേട്ടത്. ഈ ഇൻഡർസ്റ്റേറ്റ് ബസ്സുകാരുടെയും അവിടുത്തെ ലോക്കൽ ഓട്ടോറിക്ഷക്കാരുടെയും വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് അവളുടെ ഫോട്ടോ ഒന്ന് ലീക്ക് ചെയ്ത് കൊടുക്കുക. സാർ ഒഫീഷ്യലായിട്ട് വേണ്ട, വേറെ ആരെങ്കിലും ചെയ്യുന്ന പോലെ മതി. അത് ഞാൻ ഏറ്റവും സാർ. നമുക്കവളെ വൈറലാക്കാം സാർ. അങ്കമാലി മുതൽ എറണാകുളം KSRTC വരെ എത്ര CCTV ക്യാമറയുണ്ട്? 10-30 കാണും. 10-30? 30-ൽ കൂടുതൽ കാണും സാർ. എങ്കിൽ താനൊരു കാര്യം ചെയ്യും സാർ. നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് കിട്ടും സാർ. അവിടെ സകല CC ക്യാമറയുടെയും ബാക്കപ്പ് ഫയൽ ഉണ്ടാവും. ഈ തമിഴത്തി ബസ് കയറി അന്ന് മുതൽ ഇന്ന് വരെയുള്ള സകല മൂവ്മെൻറ്റ്സും ആ ഏരിയയിൽ റെക്കോർഡാക്കി കൊണ്ടുപോകാം സാർ. ഡീറ്റെയിൽ ആയിട്ട്. മരിച്ചത് ഒരു പോലീസുകാരനായതുകൊണ്ട് അന്വേഷണം ഇവിടെ നിന്ന് തുടങ്ങും. താനൊരു കാര്യം ചെയ്യും, അന്ന് നൈറ്റ് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന എല്ലാവരോടും വരാൻ പറ. ശരി സാർ. വരൂ. ഈ മരിച്ചത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളായതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം കുറച്ചുകൂടി കൂടും, അല്ലേടോ? സാർ. നമ്മുടെ വരുന്നത് സുജായസ്. കേട്ടില്ല സർ. സുജായസ്. സുജായസ്. സംഭവ ദിവസം സുജായസ് ഏത് ഡ്യൂട്ടിയിലായിരുന്നു? നൈറ്റായിരുന്നു. അപ്പോൾ താനാണ് ബിനു അലക്സിനെ അവസാനമായി കണ്ടത്? അല്ല സാർ, ഞാനല്ല. എന്ന് വെച്ചാൽ താൻ കണ്ടതിന് ശേഷം വേറെ ആരാ കണ്ടു? അതാരാ? എനിക്കറിയത്തില്ല സാർ. സുജ കൺഫ്യൂഷനായി. സുജയല്ല അവസാനമായി കണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ വേറൊരാൾ കണ്ടിട്ടുണ്ട്. അതാരാന്നറിയോ? സാർ, എനിക്കറിയത്തില്ല. പോട്ടെ. CI ബിനു അലക്സിനെ അവസാനമായിട്ട് കണ്ടത് എത്ര മണിക്ക്? മരിച്ചുപോയ CI ബിനു അലക്സിനെ അവസാനമായി സുജായസ് കണ്ടത് എത്ര മണിക്ക്? നീ നാടകം കളിക്കാണോ? എന്താടി CI ബിനു അലക്സും നീ തമ്മിലുള്ള ഇടപാട് പറ.
ഞങ്ങളുടെ നാട് ചിലപ്പോൾ ചില വാട്ടുകപ്പ് കിട്ടും. തലേ ദിവസം വെള്ളത്തിലിട്ടാലും വേകാത്തത്. കടിച്ചാൽ കടിക്കുന്നതിൻ്റെ പല്ല് പോവും. ആജാതിയാനോ ICI. മനസാക്ഷിയില്ലാത്ത മനുഷ്യൻ. അയാൾ എന്നോട് ചോദിക്കുക, കൊച്ചു ബോധം കിട്ടി വീണത് വിനുസാറിന് മരണമായിട്ട് ബന്ധമുള്ളതുകൊണ്ടല്ലേ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ കൂട്ടത്തിലൊരാൾ ചത്തുമരിച്ച് കിടക്കുന്നത് കണ്ടതിൻ്റെ സങ്കടം കൊണ്ടാണ്. 3-4 ദിവസമായിട്ട് കൊച്ചിന് പനിയുണ്ടായിരുന്നോട് പറഞ്ഞപ്പോഴാണ് അയാളൊന്ന് ഇറങ്ങിയത്. ഞാനന്ന് ഇറങ്ങിയേക്കാം. എന്തായാലും കൊച്ചൊന്ന് സൂക്ഷിച്ചേരെ. നല്ല പനിയാ, ചൂടുണ്ട്. ഡോക്ടർ വരും. സാറ് കണ്ടോളൂ സാർ. സാർ വഴി പ്ലീസ്. സാർ താങ്ക് യു സാർ. എന്തിനു കൊന്നു? അതാണ് നമ്മൾ പോലീസുകാർക്ക് അറിയേണ്ടത്, അല്ലേ? കൂട്ടത്തിലൊരാൾ മരിച്ചാൽ ആർക്കായാലും വേദനിക്കും. സുജായസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. ഈ ട്രാഫിക്കിൽ 3 വർഷം തികയുന്നതിന് മുമ്പ് സ്റ്റേഷൻ ഡ്യൂട്ടി വാങ്ങി തന്നത് ബിനുവലക്സാ, അല്ലേ? അന്ന് രാത്രി ബിനുവലക്സിനെ കാണാൻ ആരോ വന്നിരുന്നു സ്പെഷ്യലായിട്ട്. അതാരാ? അങ്ങനെ ആരും. അതും പോട്ടെ. അന്ന് ബിനുവലക്സ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ തുടങ്ങിയ സാറേ, അത് എടോ സുജായസെ, ഞാൻ എവറസ്റ്റ് കൊടുമുടിയുടെ ഹൈറ്റ് എത്രയെന്നല്ല തന്നോട് ചോദിച്ചത്. തൻ്റെ ഡ്യൂട്ടി സമയത്ത് സിമ്പിൾ കാര്യങ്ങളാ. താൻ ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാറുണ്ടോ? ഇല്ല സാറേ.